നമുക്കറിയാം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് കനകോലുവിന്റെ റിസർച്ച് ടീമിന്റെ ഒരു നീക്കങ്ങൾ തന്നെയാണ്. അവരെന്ത് പറയുന്നു അതനുസരിച്ചാണ് ഇപ്പോൾ നിലവിൽ പൂർണ്ണമായും അല്ലെങ്കിലും ഒരു പരിധി വരെ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MP മാർ മത്സരിക്കേണ്ട എന്ന് പറയുന്നിടത്ത് നിന്നും ഹൈക്കമാൻഡിന്റെ തീരുമാനം മാറിയെന്നും അതുപോലെ തന്നെ 3-4 MP മാർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ MP മാർ കൂടി രംഗത്തിറങ്ങിയാൽ കോൺഗ്രസിൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതായിരിക്കില്ലേ? അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെയാണ് അത് തീരുമാനിക്കേണ്ടത്. അത് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നമുക്ക് ഇപ്പം കൺഫേം ആയിട്ട് ചില നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാൽ MP പറഞ്ഞത് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ MP മാർ അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ MP മാർ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുന്ന ഒന്നിലധികം നേതാക്കന്മാർ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ ഞാനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഇവിടെ നിന്ന് അത് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് തീരുമാനിക്കേണ്ട കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. അതെ, തീർച്ചയായിട്ടും ആര് മത്സരിക്കണം അല്ലെങ്കിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്നത് പോലെ ഹൈക്കമാൻഡ് തന്നെയാണ്. പക്ഷേ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ കെ സുധാകരനെ പോലെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെ ബെന്നി ബെഹനാനെ പോലെ അങ്ങനെ ഒരുപാട് MP മാർ പുറത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലെ പല പ്രവർത്തകരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇവർ MP മാരാണ്, അതുകൊണ്ട് ചിലപ്പോൾ മത്സരിക്കാതിരിക്കാം. ഇത്രയും ഒരുപക്ഷെ അവർ മത്സരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൽ ഇപ്പോഴുള്ള ട്രെൻഡിന്റെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഗതി തന്നെ പൂർണ്ണമായി മാറുന്നൊരു നിലയിലേക്കായിരിക്കില്ലേ കാര്യങ്ങൾ എത്തുന്നത്. കാരണം ജനങ്ങളുടെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് വളരെ വലുതായിരിക്കില്ലേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ കനകലുവിൻ്റെ നേതൃത്വത്തിൽ സർവേ നടക്കുന്നു എന്നൊക്കെ. അതൊക്കെ ഒരു എന്താ പറയുക, അതൊരു പാർട്ട് ഓഫ് സ്റ്റഡി. ഇപ്പോൾ നമുക്കറിയാം ഒരു ഡേറ്റ സെൻട്രിക് ആണ് എല്ലാം. ഇപ്പം ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷന് വലിയ വിലയുണ്ട്. അത് ജനങ്ങളുടെ അടുത്ത് എടുക്കുന്ന ഡേറ്റയാണ്. പക്ഷേ പൊളിറ്റിക്സിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം 1+1 ഇസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ അത് എന്താണ് തീരുമാനമായി വരിക എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങളാണ് പലപ്പോഴും പല മാറ്റങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളത്. അപ്പോൾ നടക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് റൈറ്റ് ഡിസിഷൻ ഇൻ റൈറ്റ് ടൈം അത് നടന്നിരിക്കും. ഇന്നത്തെ കോൺഗ്രസിന്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നില എന്ന് പറയുന്നത് സ്വാഭാവികമായും നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഒന്നിലധികം നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുൻനിരയിലേക്ക് വരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ സാധിക്കുന്ന. പക്ഷേ അങ്ങനെയുള്ള നേതാക്കന്മാരെ നോക്കുമ്പോൾ ഇപ്പോൾ പല ഉന്നത നേതാക്കന്മാരും പറയുന്നത് പോലെ മുഖം നോക്കാതെ വിജയസാധ്യത മാത്രം നോക്കി തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഇതൊരു പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെ കുറെ നാളുകളായി കാണാതിരിക്കുന്ന ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങൾ, ചെറിയ ചെറിയ വഴക്കുകൾ അതൊക്കെ വീണ്ടും ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതകളിലേക്ക് കൊണ്ടെത്തിക്കില്ലേ? കുറച്ച് നാളുകളായി മാധ്യമങ്ങൾ എത്ര കോലിട്ട് കുത്തിയിട്ടും നേതാക്കന്മാരുടെ വായിൽ നിന്ന് ഒരു അപശബ്ദം ഉയർന്നതായി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും വരുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് അത് കൂടുതൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് CPM-ലെ പോലെ 52 വെട്ട് വെട്ടി കൊല്ലുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതിയതിൻ്റെ പേരിൽ അവരെ തള്ളി പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിൽ പല അഭിപ്രായങ്ങൾ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപശബ്ദം വന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആസ് എ ടീം UDF നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അവർ വെൽ കോഷ്യസ് ആണ്. ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് മൈക്കുമായി പോകുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വിപരീതമായി ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ പ്രവർത്തകർക്ക് സന്തോഷമുണ്ട്. കാരണം വളരെ ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ ആവശ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലോട്ട് നമ്മൾ പോകുന്നു. അപ്പം അപശബ്ദങ്ങൾ ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യം. പക്ഷേ പൂർണ്ണമായും കേൾക്കുന്നില്ല എന്ന് തള്ളിക്കളയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം നമുക്കറിയാം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് 10 സീറ്റ് ആവശ്യമുണ്ട്, കോൺഗ്രസ് 8 സീറ്റേ കൊടുക്കുള്ളൂ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്.
അതോടൊപ്പം തന്നെ അതിനെ ഒന്ന് മുതലാക്കാൻ വേണ്ടി തന്നെ LDF-ന്റെ ഘടകകക്ഷിയായി കേരള കോൺഗ്രസ് എം രംഗത്ത് വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു UDF-ൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ല നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ പൂർണ്ണമായും അപശബ്ദങ്ങൾ ഇല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും ഒരുപോലെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ബഹുമാന്യായ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ കാര്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പൊളിറ്റിക്സിൽ എപ്പോഴും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നമുക്ക് കേറ്റർ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും ആവശ്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അവരെ കേൾക്കാൻ പറ്റും, അവരോട് സംവദിക്കാൻ പറ്റും, അതിനുശേഷം ഒരു സൊല്യൂഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റും. സോ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതായി പോകും. അപ്പം നമ്മൾ സൊല്യൂഷനിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതൊരു നിരാശയോ അല്ലെങ്കിൽ UDF-ന്റെ ഒരു മൊറാലിറ്റിയോ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ LDF കിണഞ്ഞ് പരിശ്രമിക്കുകയല്ലേ അല്ലേ? അവരുടെ അലൈസിനെ കൂടെ നിർത്താൻ അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. പല നേതാക്കന്മാരെയും പലതും കാണിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെന്നാണ് ഈ പിന്നണിയിലുള്ള സംസാരം. ഈ ഗോസിപ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള ടോക്സ് എല്ലാവരുടെയും ചെവിയിൽ എത്തുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരെയും ചൊൽപ്പടിയിൽ നിർത്താൻ പല കാര്യങ്ങളും കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു ഗുഡ് സെറ്റപ്പിലല്ല. അപ്പം പുള്ളി കാണിക്കുന്ന അഴിമതിയും പ്രശ്നങ്ങളും ഇവർക്കറിയാം, ഇവരുടെ പ്രശ്നങ്ങൾ പുള്ളിക്കും അറിയാം. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു മുന്നണിയാണ് LDF. അപ്പോൾ അതിൽ നിന്നൊക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് അല്ലേ? അപ്പം എൻ്റെ കണ്ണിൽ ഒരു പൊടി ഉണ്ടാവും, മറ്റേ കണ്ണിൽ ഒരു പലകയാണ് ഇരിക്കുന്നത്, മനസ്സിലായല്ലേ? അപ്പോൾ അതവരാദ്യം അത് സോൾവ് ചെയ്യട്ടെ. അവരുടെ ഇഷ്യൂസ് വളരെ വലുതാണ്. വരുന്ന ആളുകളിൽ എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നമ്മൾ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, CPM-ന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അത് കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ കൃത്യമായി അവർക്കറിയാം ഒരു വീട്ടിൽ എത്ര വോട്ട് ലഭിക്കും എന്നിവരെയുള്ള കണക്കുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം കണ്ണിങ് ആയാണ് ഓരോ തിരഞ്ഞെടുപ്പ് അവർ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവരിലുണ്ടായിരുന്ന ആ ഒരു ഐക്യം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു കണക്കുകൾ അവിടെ നഷ്ടപ്പെടുന്നു. അത് പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസിൽ ആ ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കോൺഗ്രസ് കടമെടുത്തതാണോ ഇപ്പോൾ കാണുന്നത്? അത് അവിടെ ഒരു തിരുത്തുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ കണക്ക് അവർക്കറിയാം. ഇപ്പോൾ നമുക്കറിയാം, കൊച്ചിലെയൊക്കെ നമുക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടും. അപ്പം മാർക്ക് ലിസ്റ്റ് ഇപ്പം എനിക്ക് മാർക്ക് കുറവാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് ആ മാർക്ക് കിട്ടിയില്ല, ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് കിട്ടിയില്ല എന്ന് കളവ് പറയും, മനസ്സിലായല്ലേ? അപ്പം അതുപോലെ ഈ നേതാക്കന്മാർക്ക് അറിയാം അവർക്ക് എത്രയാണ് കിട്ടുന്നത്, അവരുടെ കയ്യിൽ അവർക്ക് എത്രയാണ്, അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് ഈ നേതാക്കന്മാർക്കറിയാം. അവർ കളവ് പറയുകയാണെന്നേ ഉള്ളൂ. അവർ പറയുന്നത് ഈ പറയുന്ന പറഞ്ഞില്ലേ, കൊച്ചുകുട്ടികൾ കാണിക്കുന്ന പരിപാടിയാണ്. അത് ഒരു കുറച്ച് ദിവസം നിൽക്കുമല്ലോ, റിസൾട്ട് വരുന്നത് വരെ അല്ലേ? റിസൾട്ട് വരുന്നത് വരെ അവർക്ക് പിടിച്ചു നിൽക്കാമല്ലോ, അവരുടെ അണികൾക്ക് കുറച്ച് ആവേശം കൊടുക്കാമല്ലോ. ഈ പറയുന്ന പോലെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കുറച്ച് അണികളുണ്ടല്ലോ, അവർക്ക് ഒരു 2-3 ദിവസം ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് ഉപകരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച്. പക്ഷേ നമ്മൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കോൺഗ്രസിനകത്ത് ആ പഴയ അടിയോ പിണക്കങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. നേരത്തെ ഇതേ കാര്യം തന്നെ നമ്മൾ CPM-ൽ പറഞ്ഞിരുന്നു. ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും CPM-ന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വഴക്കൊന്നും ഉണ്ടാകില്ല. ഒരാൾ തീരുമാനിക്കും, അല്ലെങ്കിൽ നേതൃത്വം തീരുമാനിക്കും അവിടെ ആര് മത്സരിക്കണം എന്നുള്ളത്, അവർ മത്സരിക്കും. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനുള്ള ഒരു ധൈര്യം അവിടെ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ധൈര്യം, അങ്ങനെയുള്ള ഒരു റൈറ്റ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും അതൃപ്തി തുറന്ന് പറയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ പറയുന്ന UDF മുന്നണിക്കകത്തുള്ള എല്ലാ ഘടകകക്ഷികളും ഒരേ സ്വരത്തിൽ വിജയം മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അപശബ്ദങ്ങളെക്കാൾ കൂടുതൽ ഐക്യം മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ അപശബ്ദങ്ങൾ ചെറുതെങ്കിലും ഇല്ലാതെയാകുന്നൊരു നിലയിൽ പോകുന്നു. പക്ഷേ ഇപ്പോൾ PV അൻവറും CK ജാനുവും ഒരേ സമയമാണ് കോൺഗ്രസിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിനെ അവർ അക്സെപ്റ്റ് ചെയ്തതെന്ന് പറയേണ്ടി വരും.
പക്ഷേ PV അൻവറിന് കൃത്യമായി ബേപ്പൂര് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CK ജാനുവിന് സീറ്റ് നൽകില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന പിണക്കങ്ങളിലേക്ക് വഴിവെക്കാനുള്ള, അല്ലെങ്കിൽ CK ജാനു തന്റെ അതൃപ്തി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും BJP-യിൽ കൃത്യമായ ഒരു അവസരം ലഭിക്കാതിരുന്നത് കൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു. ഇനി കോൺഗ്രസിൽ നിന്നും കൃത്യമായ ഒരു അവസരം ലഭിക്കാത്തത് കൊണ്ട് അവർ CPM-ലേക്ക് പോകില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. നേരത്തെ പറഞ്ഞില്ലേ CPM-ൽ അല്ലെങ്കിൽ LDF-ലെല്ലാം ഒരു ഓട്ടോക്രാറ്റിക് സ്വഭാവമാണെന്ന്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ BJP-യിലായിരുന്നാലും CPM-ലായിരുന്നാലും ഒരാൾ പറയും, ബാക്കിയുള്ളവർ അനുസരിക്കും. അത് ഇന്ത്യയുടെയും കോൺഗ്രസിൻ്റെയും DNA-യിൽ ഇല്ലാത്ത കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിലാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ പിതാവ് പറയുന്നത് മാത്രം, അല്ലെങ്കിൽ കുടുംബനാഥൻ പറയുന്നത് മാത്രം നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഓട്ടോക്രസിയാണ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് അരാജകത്വം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതേസമയം കൂട്ടായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ നടക്കുന്നത് കോൺഗ്രസ്സിലാണ്. അതുകൊണ്ടാണ് ചർച്ചകൾക്കും അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെ അടിച്ച് അമർത്താൻ ശ്രമിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില അപശബ്ദങ്ങൾ വന്നെന്നിരിക്കാം. അത് രമ്യതയുടെ ഭാഷയിൽ അല്ലെങ്കിൽ കൂട്ടായ ചർച്ചയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളത് പരിഹരിക്കും. അതിനെ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ദുഷ്ടലാക്കോടുകൂടി കാണാതിരുന്നാൽ മതി. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.